എന്താ എന്താ അത്? ആനയോ? എവിടെ? ആന എന്താ ചെയ്യണേ? മാമൂണാണോ? എങ്ങനെയാ ആന തലയാട്ടണ്? നാട്ടി എങ്ങനെ തലയാട്ടണ്? ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ആനക്കോട്ടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ ആനകളുണ്ട്. ഒക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ ആനകളിലേക്ക് ഞങ്ങൾ കാണാനായിരുന്നു വന്നത്. വയസ്സിനാനയാണോ? എത്ര വയസ്സായി? ആണോ? എന്താ കാട്ടണ അവിടെ? എന്ത് ചെയ്യാ? എന്ത് ചെയ്യണത്? എന്താ ചെയ്യുന്നത്? അറിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ കുറേ കുളിക്കുന്ന ആനകളുണ്ട്. പിന്നെ ഡാൻസ് കളിക്കണ, ഇങ്ങനെ തലയാട്ടി ഡാൻസ് കളിക്കുന്ന ആനകളുണ്ട്. പിന്നെ കിടക്കുന്ന ആനകളുണ്ട്. പിന്നെ തിന്നുന്ന ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ആനകളുണ്ട്. പിന്നെ ചില ആനകളൊക്കെ ഇങ്ങനെ ഡാൻസ് കളിച്ചിട്ട് നിർത്താതെ കുറേ നേരം കളിക്കുന്നതൊക്കെ ഉണ്ട്. കുറുമ്പ് കാണിക്കുന്നുണ്ട്. അങ്ങനെ കുളിക്കുന്ന ആനകളൊക്കെയാണ് കേട്ടോ ഇത്. എങ്ങനെയാ സോപ്പ് വയ്ക്കില്ലോ? സോപ്പ് വയ്ക്കുന്നുണ്ടോ? ആ ആനനെ നോക്കുന്ന ആൾക്കാരൊക്കെ 3-4 ആൾക്കാരൊക്കെ ആനനെ കുളിപ്പിക്കുമ്പോൾ സുഖമായിട്ട് കിടക്കുക, ഒരു കുറുമ്പും കാണിക്കില്ല. അത് ഗുരുവായൂരിന് ഇങ്ങോട്ട് ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ ഇവിടേക്ക് വരാൻ. ഇനി എല്ലാ കുട്ടികളും ഇവിടെ വന്ന് കാണണം. ഇവിടെ നല്ല ഭംഗിയാണ്, നല്ല ബ്യൂട്ടിഫുള്ളാണ്. കുറേ നല്ല തണുപ്പൊക്കെ ഉണ്ട്, നല്ല മരങ്ങളൊക്കെ ഉണ്ട്, കുറേ ആൾക്കാരും ഉണ്ട്. എല്ലാവരും വന്ന് കാണണം. നല്ല വലിയ കൊമ്പൊക്കെയുള്ള ആനകൾ, നല്ല രസമുണ്ട് കാണാൻ. ഈ കൂട്ടിലാണ് ആനകൾ കുറുമ്പ് കാണിക്കുമ്പോൾ പിടിച്ചിടുക. ആനകൾ കുറുമ്പ് കാണിച്ച് ഇതിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ട് പിന്നെ ആ കുറുമ്പ് മാറിയിട്ട് പുറത്തിറക്കുള്ളൂ. ഞാനൊക്കെ ഈ കൂടിൻ്റെ ഉള്ളിൽ കയറി. ഇത് എവിടുത്തെ ഓഫീസാണ്.
കുറച്ചൊക്കെ നടന്നതല്ലേ, അപ്പോൾ ഞങ്ങൾ എല്ലാവരും ക്ഷീണിച്ചു നന്നായിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റ് ചെയ്തു. ചെറിയ മഴ വന്നു. അപ്പോൾ ഞങ്ങൾ വേഗം പുറത്തേക്ക് കാർ പാർക്കിങ്ങിൻ്റെ അവിടേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ ആനകളിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മഴ വന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുന്ന എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.